ഹലോ മക്കളെ, അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കില്ലേ? കാരണം ഇത്തവണ എല്ലാവരും എക്സാംസ് ഒക്കെ കഴിഞ്ഞ് സൂപ്പർ കൂൾ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അല്ലേ? കാരണം കുറേ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അതിൽ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കുറേ ഉണ്ട്. ഇതൊക്കെ ഇനി എപ്പോൾ പഠിച്ചു തീർക്കും, എങ്ങനെ പഠിച്ചു തീർക്കും, ഒരു ഐഡിയ ഇല്ലാണ്ടാണ് പലരും ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നിങ്ങൾ എല്ലാവരും, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവിലൊക്കെ വന്നത്. ലൈവായിട്ടും ഒത്തിരി കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൈവൊക്കെ, നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. അതേപോലെ തന്നെ ഓരോ ലൈവ് ക്ലാസ് കഴിയുമ്പോഴും പലരും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ഹെൽപ്ഫുള്ളായി, ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ എക്സാം ഒക്കെ എഴുതാനായിട്ട് പോയത്, അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വന്നു എക്സാമിന്, അങ്ങനെയൊക്കെ കേട്ടതിൽ ഒത്തിരി സന്തോഷം മക്കളെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇനി ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ അങ്ങനെ മിസ് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട് അല്ലേ? നമ്മളിങ്ങനെ നല്ലോണം ചിൽ ചെയ്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും പക്ഷെ ഉള്ളിലൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം എന്താ, ഇനി അടുത്തിനി ഒരു കടമ്പ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അല്ലേ? അതിനി എന്നായിരിക്കും വരിക, ഏത് സമയത്തായിരിക്കും വരിക, എല്ലാവർക്കും അത് ആലോചിച്ചിട്ട് ഒരു ടെൻഷനാണ്. നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അയ്യോ നമ്മളത് കറക്റ്റായിട്ടാണോ എഴുതിയത്, അതിലിനിയിപ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് വിചാരിച്ച പോലെ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷൻ ഇനി എത്ര നാൾ നമ്മൾ കൊണ്ട് നടക്കണം എന്നുള്ളതൊക്കെ പലരും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു കാര്യം മിസ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് റിസൾട്ട് വരാനായിട്ട് കുറച്ചും കൂടെ സമയമുണ്ട്. ഏകദേശം ഒരു മെയ് 2nd വീക്ക് ആകുമ്പോഴേക്കാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് വരാറുള്ളത്. അതിന് മുന്നേ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു മെയ് 2nd ആകുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു റിസൾട്ട് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലുള്ളത്. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ CBSE 10th-ൻ്റെയും അതേപോലെ തന്നെ 12th-ൻ്റെയും റിസൾട്ട് ഒരുമിച്ചാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകും. ഇപ്പം നമ്മുടെ ആൻസർ പേപ്പർ ഒക്കെ നോക്കുന്നത്, നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു പേപ്പർ നോക്കുന്നത് ഏകദേശം ഒരു 20 മിനിറ്റ്സോളം സമയം എടുത്തിട്ടാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം ഒരു 20 പേപ്പറിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ദിവസം നോക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു ദിവസം ഒരു 20 പേപ്പറോളം വരെ മാത്രമേ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങളൊക്കെ ഒരു കൺസിഡർ ചെയ്തിട്ടാണ് മിസ്സുമാർ ഇപ്പോൾ പറയുന്നത്. ഏകദേശം ഒരു മെയ് 2nd വീക്കോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നുണ്ടാവുക. അതിന് മുന്നേ വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പൊ അതുവരെ ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മൾ എക്സാം എഴുതാനുള്ളത് എഴുതിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ഇരുന്നിട്ട് ഒരു കാര്യവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് ഇരിക്കുക. നിങ്ങൾ എത്രത്തോളം അതിന്റെ എഫേർട്ട് എടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടോ, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ 10th ക്ലാസ് കഴിഞ്ഞ് ഇനി +1 ഏത് സ്ട്രീം സെലക്ട് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും ടെൻഷൻ ഒന്നും വേണ്ട. നമ്മുടെ എക്സാമിനർ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ഏതൊക്കെയാണ് സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് എടുക്കേണ്ടത്, എല്ലാതും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും, ഇതിപ്പോൾ നിങ്ങൾ എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ വിടുന്നില്ല. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും അത് മിസ് ചെയ്യാതെ, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചോ. കാരണം എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ആ ഓരോരോ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. എൻ്റെ കുട്ടികൾക്ക് ഒരു ഇൻഫർമേഷൻ പോലും മിസ്സാക്കാതെ കറക്റ്റായിട്ട് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ എല്ലാവരും കൂളായിട്ടിരിക്കുക, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, താങ്ക് യു.